നമസ്കാരം. ഞാൻ കുറേ നാളായി വീഡിയോ ചെയ്തിട്ട് ഈ ഫോട്ടോയിൽ കാണുന്ന ഈ വ്യക്തിയെ ഞാൻ പേഴ്സണലായിട്ട് അറിയത്തില്ല. ഇയാളുടെ പേര് ശ്രീജിത്ത് തുളസീധരൻ മഠത്തിൽ എന്നാണ്. ഇയാളെ ഞാൻ പേഴ്സണലായിട്ട് അറിയില്ല, ഇയാൾക്ക് എന്നെയും അറിയത്തില്ല. ഇയാളുടെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ലേഡി ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് അനാവശ്യമായിട്ടുള്ള ലൈംഗിക വൈകൃതങ്ങൾ, അത് തന്നെ ഒരു കമൻ്റ് അല്ല, ഒരു 100-150 കമൻറ്റ് അയാളുടെ അങ്ങനെ അടിച്ചടിച്ചടിച്ച് വിടുവാണ്. എന്തൊക്കെ വർത്തമാനങ്ങളാണെന്ന് അറിയാമോ? അയാളുടെ നമ്പർ, പേഴ്സണൽ നമ്പർ, അതെല്ലാം വെച്ചിട്ടാണ് അടിച്ചു വിടുന്നത്. ഇയാൾ വർക്ക് ചെയ്യുന്നത് സൗദി അറേബ്യയിലാണ്. ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ കൊല്ലം ജില്ലയിൽ ക്ലാപ്പന എന്ന് പറയുന്ന സ്ഥലത്താണെന്ന് തോന്നുന്നു ഇയാളുടെ വീട്. ഞാൻ അല്ലെങ്കിൽ തന്നെ വീഡിയോ ചെയ്യുന്നത് എന്താണ്, സ്ത്രീകൾക്കെതിരെ അല്ലെങ്കിൽ കുട്ടികൾക്കെതിരെ വരുന്ന അതിക്രമങ്ങൾക്കെതിരെയാണ്. ഞാനിപ്പോൾ ഈ അടുത്തിടെ വീഡിയോ ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ മാത്രം ചെയ്യാൻ നമുക്ക് നേരമില്ല. പല പല കാര്യങ്ങളും ഈ പല പല മെസ്സേജുകളും എനിക്ക് വരുന്നുണ്ട്. അവിടെ ബുദ്ധിമുട്ടിലാണ്, അല്ലെങ്കിൽ ഇവിടെ കുട്ടികളെ ഈ രീതിയിലാണ് അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്, അതിലൊക്കെ നമ്മൾ ഇടപെടുന്നുണ്ട്. അതെല്ലാം കൊണ്ടൊന്നും വീഡിയോ ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു വീഡിയോ കൂടി ചെയ്യാനുള്ള നേരമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞൊരു 4 ആഴ്ചകളായിട്ട് എൻ്റെ വീഡിയോസ് ഒന്നുമില്ല. ഇത് എപ്പോഴോ ചെയ്തൊരു വീഡിയോയുടെ അടിയിൽ വന്നിട്ടാണ്. സഹിക്കത്തില്ല. ഇവരുടെ വീട്ടിൽ അമ്മയും പെങ്ങന്മാരും ഒക്കെ ഉണ്ടാവത്തില്ലേ? ഈ വീഡിയോ ചെയ്യുന്ന സ്ത്രീകൾ അമ്മയും പെങ്ങന്മാരോ അല്ലെങ്കിൽ അച്ഛനോ ആങ്ങളമാരോ ഒന്നും ഇല്ലാത്തവരല്ല. അവർക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, പേരമക്കളുണ്ട്, ഇതെല്ലാം ഉള്ളവരാണ്. നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണോ സ്ത്രീകളുള്ള അതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് ഉള്ളത്. അച്ഛനും ആങ്ങളമാരും എല്ലാം ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ വിളിക്കുന്ന പോലെ മറ്റുള്ള സ്ത്രീകളെ വിളിക്കരുത്. ഓൾറെഡി ഞാൻ പറയുന്ന സ്ത്രീകൾക്ക് നേരെ അല്ലെങ്കിൽ കുട്ടികൾക്ക് നേരെ വെറുതെ അബ്യൂസായിട്ട് ചെല്ലരുത്. അല്ലെങ്കിൽ തന്നെ എങ്ങനെയാണേ നമ്മൾക്ക് ഒരു പരിചയമില്ലാത്ത ഒരാളെ ഇമാതിരി വൃത്തികേട്, എന്തുമാത്രം വൃത്തികേടാന്ന് പറയുമ്പോൾ ഇയാൾ എവിടെയാണോ ജോലി ചെയ്യുന്നത് അവരെന്നോട് ബന്ധപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇയാളുടെ ലൈംഗിക വൈകൃതങ്ങൾ ഞാൻ തീർച്ചയായിട്ടും അയച്ചു തരുന്നതായിരിക്കും. ഞാൻ പറ്റുന്നിടത്തിലൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. സൗദി അറേബ്യയിൽ ഇനി കംപ്ലൈൻ്റ് ആയിട്ട് അതോറിറ്റിയിലേക്ക് ഞാൻ പോകുന്നതായിരിക്കും. കാരണം ഇമാതിരി അനുവദിച്ചു കൊടുക്കരുതല്ലോ. നാട്ടിലാണെങ്കിൽ വിട്ടേക്കാൻ പോട്ടെ എന്ന് ഞാൻ വിചാരിച്ചാണ്, സാരമില്ല, എന്തെങ്കിലും ആവട്ടെ, ഒരു കുടുംബം അല്ലേ എന്ന് വിചാരിച്ച് ഞാൻ വിട്ട് കളഞ്ഞാണ്. പക്ഷേ ഇത് സൗദി അറേബ്യയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇതുപോലെ അവിടുത്തെ നിയമം നിങ്ങൾക്കറിയാലോ. നാട്ടിൽ നിങ്ങളിങ്ങനെ കാണിച്ചുകൊണ്ട് നാട്ടിലിരുന്ന് കമൻറ്റ് അടിച്ചുകൊണ്ട് മിണ്ടാണ്ടിരിക്കുന്ന പോലെയല്ല. അല്ലെങ്കിൽ ഒരു ഫേക്ക് ഐ ഡി വെച്ച് കമൻറ്റ് അടിച്ച് അത് ഞാൻ വിട്ട് കളഞ്ഞാനെ, പോട്ടെ എന്ന് വിചാരിച്ചാനെ. പക്ഷേ ഇത് ഒറിജിനൽ അക്കൗണ്ടിൽ നിന്നാണ് കമൻറ്റ് അടിച്ച് വരുന്നത്. വെറും വൃത്തിയായിട്ട കമൻറ്റ് എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഉള്ള ചികിൾ കേസ് വീഡിയോസ് ഒന്നും ചെയ്യാറില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനതങ്ങ് സ്കിപ്പാക്കി വിടാറല്ലേ ഉള്ളൂ. അല്ലാണ്ട് എല്ലാത്തിനും അങ്ങനെ ഒന്നും പറയലൊന്നുമില്ല. ഇത് പക്ഷേ മഹാമോശം. ഇമ്മാതിരി കമൻറ്റ് ഒരാൾക്കും അടിക്കരുത്. ഇങ്ങനെ ചെയ്യുന്നവരെങ്ങനെ കുടുംബത്തിൽ കയറ്റും നിങ്ങൾ? നിങ്ങളുടെ അയൽക്കാരനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തോ ആരെങ്കിലും ആയിരിക്കില്ല ഈ ഒരു വ്യക്തി. കൊല്ലം ജില്ലയിലെ ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും അയാളുടെ വീട്. അവരുടെ ചുറ്റുപാടും ആൾക്കാരുണ്ടാവില്ലേ, കുട്ടികളുണ്ടാവില്ലേ, സ്ത്രീകളുണ്ടാവില്ലേ? നമുക്ക് നേരെ വരുന്ന അതിക്രമങ്ങൾ നമുക്ക് തടക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരെ നമ്മളെങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തും? ഞാൻ അയാളെ ഓൾറെഡി ഇൻഫോം ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കമൻറ്റും ഡിലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഈ പറഞ്ഞതിന് എന്നോട് അപ്പോളജൈസ് ചെയ്തില്ല എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സൗദി അറേബ്യ ബെത്ത പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുന്നതായിരിക്കും.